രാവിലെ എങ്ങോട്ടാ അമ്മേ? രാവിലെ ഞാനും നിമിഷയോടെ ഇതൊരു ഷോപ്പിങ്ങിന് ഇറങ്ങും കേട്ടോ. അവൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. ഞാൻ നിമിഷം ഇതേ മിറമോളുണ്ട് കേട്ടോ. മിറക്കുട്ട് ഓടി. ഞങ്ങൾ സത്യം പറഞ്ഞ എന്നതിന് പോണ നിമിഷേ ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 11 മണിക്കാട്ടോ കിട്ടിയേക്കണേ. അതെ അതെ അതെ. ഞങ്ങൾ ആദ്യം പോണോ, ഞങ്ങൾക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല. നേരത്തെ പൊക്കോണ്ടിരുന്ന അല്ലേ? അതെ അതെ, ഞാൻ പൊക്കോണ്ടിരുന്ന സ്ഥലമാണ്. നമ്മൾ ഇതിന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ഞാൻ പൊക്കോണ്ടിരുന്ന സ്ഥലം. അപ്പൊ ഇന്നിപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടും എനിക്ക് പിന്നാലും ഡ്യൂ ആയി പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് മമ്മീനെയും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഇറങ്ങാൻ പോവാ. റീവിനെ ചാച്ചനെ ഏൽപ്പിച്ചേക്കും. ചാച്ചനും അകത്തുണ്ട്, ഞാനും മിറയും കൂടെ കൊണ്ടുപോകും കേട്ടോ. മിറ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ചാച്ചനും നോക്കാൻ പാടായിരിക്കും. വീട് മിറ പോവാ നമുക്ക്. മിറയുടെ കണ്ണടി കാണിച്ചേല്ലാരെ, കണ്ണടി വെച്ച് കാണിച്ചേ. ചിരിച്ചു കാണിച്ചേ, ഇങ്ങനെ കാണിച്ചേ. ഓ അടിപൊളി. നമുക്കൊന്ന് വിട്ടാലോ അമ്മേ? പോവാം. കണ്ണാടി കണ്ണാടി ഊരിപ്പോയോ? ഇറ്റ്സ് ഓക്കെ. സൂത്രം കേൾക്കണം നിങ്ങൾക്ക്. ഇന്ന് ചാച്ചനും നിമിഷം കൂടെ ബെറ്റ് വെച്ചേക്കും കേട്ടോ. എന്നാ നിമിഷം ബെറ്റെന്നാ? ചാച്ചൻ പറയുന്നത് മഴ പെയ്യത്തില്ലാന്ന്, ഞാൻ പറയുന്നത് മഴ പെയ്യുന്നു. ശരിക്കും നമുക്ക് ഇതിനകത്ത് ഫോർകാസ്റ്റിനകത്ത് മഴ കാണിച്ചിട്ടുണ്ട് ചാച്ചൻ. പക്ഷെ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ വെയിലൊക്കെ വെച്ച് ചാച്ചൻ പറയുന്നത് മഴ പെയ്യത്തില്ലാന്ന്. ഞാൻ പറഞ്ഞു ഇല്ല ചാച്ചൻ 3 മണിക്ക് അവർ മഴ പറയണം, 3 മണിക്ക് ഉറപ്പായിട്ടും പെയ്യുന്നു. ചാച്ചൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്നാ പണ്ടേ വെച്ചേക്കണേ? പണ്ടേ വെച്ചേക്കണേ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് വാക്കിനായിട്ട് ബുഫേ ഉണ്ട്. അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ്. അൺലിമിറ്റഡ് എന്ന് നമ്മൾ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. അത് ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് ബെറ്റ് വെച്ചേക്കണേ. ഒന്നി ചാച്ചൻ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ജയിക്കും ഇല്ലയോ എന്ന് ഞങ്ങൾ ഇന്ന് വരും വീഡിയോയിൽ അവസാനം പറയാട്ടോ. മഴ പെയ്ത് മഴയോട് കൂടി കാണിച്ച വീഡിയോ ആയിട്ട് ഈ വീട് ഉണ്ടോ അല്ലെ? അമേരിക്കയിലൊക്കെ കൂട്ടിയിരിക്കുന്നില്ലേ ഈ വീടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ വീടുകൾ റയറാട്ടോ. ഇതുണ്ടോ? നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്നാലും അതെ, ആ ഏരിയയിലൊക്കെ വരുന്ന വീടുകളെല്ലാം അതെ അതെ ഒരേ രീതിയിൽ കെട്ടിടം വരുന്നുണ്ടോ? അതെ അതെ. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇതിന്റെ പകുതി ആയിട്ടുണ്ടായിരുന്നല്ലേ. ഇത് പെട്ടെന്നല്ലേ? അതെ അതെ. കുറച്ച് പോയാൽ മതി അല്ലേ? അതെ അതെ, കുറച്ച് ദൂരം തൊട്ട് മേലോട്ട് കയറിയാൽ മതി കേട്ടോ. നമ്മൾ ഈ കാണുന്ന റൈറ്റ് തിരിഞ്ഞാൽ മതി. നല്ലൊരു, എനിക്ക് ഉറപ്പായിട്ട് മഴ പെയ്യും. അമ്മയ്ക്ക് എന്നാ തോന്നുന്നു? അമ്മ സത്യം പറ. ഞാൻ രണ്ടുപേരുടെയും കൂടെ ഒന്നും തീർച്ച പറയാൻ പറ്റണില്ല. ചിലപ്പോ കണ്ടതൊന്നും പെയ്യല്ലാന്ന്, ചിലപ്പോ കണ്ടതൊന്നും മഴ പെയ്യും തോന്നുന്നു അല്ലേ? അതെ, നമുക്ക് കോഴ്സിൽ നമുക്ക് ഇവിടെ വോളീസാണ് അടുത്ത്. അവിടെ പോയി കുറച്ച് സാധനം കൂടെ നമുക്ക് മേടിച്ചിട്ട് പോകാം അല്ലേ? ഞങ്ങൾ ഇന്ന് സ്വാഗതം ഒന്നും പറഞ്ഞൊന്നും ഇല്ല നമ്മൾ കേട്ടോ. നമ്മളിന്ന് സ്വാഗതം ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇച്ചാനുള്ളപ്പോഴേ അതിന്റെ ആ ഒരു ഇതൊക്കെ വരത്തുള്ളൂ കേട്ടോ. ഞങ്ങളെടുത്ത് അത്രയൊക്കെ ഒക്കത്തൊന്നും ഇല്ല അല്ലേ മേ? അതെ അതെ അതെ, ശരി. ഞങ്ങളുടെ ദിവസം അത് നമ്മൾ വീട്ടിൽ പോയിട്ട് റീവിനെയും ചാച്ചനെ കാണിച്ചാൽ പോരെ അല്ലേ മേ? അതെ, ഓക്കെ. അപ്പം ദേ നല്ലൊരു ഫൈൻ മോർണിംഗ്. ദൈവം ഇന്ന് ഒടുക്കത്തെ വെയിലാണല്ലോ. ഇന്ന് മിക്കവാറും മഴ പെയ്യുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കാര്യം പോക്കാൻ തോന്നുന്നുണ്ട്. അതെ അതെ, സത്യം. നമ്മൾ പതുക്കെ പോലീസിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല, എന്നാലും ഇവിടെ വന്ന് ഇവിടെ കണ്ടു കഴിയുമ്പോൾ അറിയാതെ കയറി പോകും. അതെ അതെ. അമ്മ നീ എന്നാ ഈ മുളിനി ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഞാൻ പോയി സാധനം മേടിക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ ഇവിടെ ഇരുന്നോ, വണ്ടി ഓടിച്ചോ. പഴം വേണേ ഒരെണ്ണം മേടിച്ചേക്കാം. ചെറുത് നോക്കിയെടുത്തോ അമ്മേ. അമ്മി എന്നെ അമ്മ അടുത്തെടുക്കാൻ പോന്നേ. അതെ അതെ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരം, നല്ല പഴുത്ത പ്ലം ആട്ടോ. അന്ന് അവിടെ ഇരിക്കുന്ന അമ്മ ഇതെടുത്തോ. നല്ല പഴുത്താണോ കണ്ടിട്ട്? ഇതുണ്ടോ പ്ലം? ഇതെടുത്തോ. ആ, നല്ല പഴുത്ത നോക്കിയെടുത്തോട്ടോ. എന്നാ ടേസ്റ്റ്. ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിക്കണം ഈ പ്ലം. നല്ല ജ്യൂസ് കുടി. നമുക്കൊരു ഭയങ്കര ഇഷ്ടം. ഒരു ഓട്ട ഇട്ടാൽ മതി കേട്ടോ. അപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്ന പോലെ, ജ്യൂസ് കുടിക്കുന്ന പോലെ കിട്ടും കേട്ടോ. ഇതുണ്ടോ ചെയ്യാൻ ആയില്ല നോക്കാം. 6 ഒന്നായിട്ടില്ല കണ്ടോ? താങ്ക് യു. എന്താണ് എടുക്കാം? അതെ അതെ അതെ. ഒരു വീട് കണ്ടു കേട്ടോ. ഇവരുടെ ഈ വീടിന്റെ വലിയ വീടാട്ടോ. ഈ വീട് ഫുള്ള് വെള്ള പൂക്കളാ. അതുണ്ടോ? അതെ 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 അതെ, ഭയങ്കര രസമല്ലേ? അമ്മേ എന്നാ അടുത്ത പരിപാടി? നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു അല്ലേ? അതെ, ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ ചോറുണ്ട്, റീവൂട്ടനെ ഉറക്കി, അങ്ങനെ കുറെ പണികൾ ഞങ്ങൾ ചെയ്തു കേട്ടോ. ഇന്നലെ അവൻ പറഞ്ഞായിരുന്നു അവന് പപ്സ് ഞാൻ കൊതിയാവുന്നത്. ഞാനും പറഞ്ഞായിരുന്നു അല്ലേ അമ്മ? അതിന് മുമ്പ് ഞാനും പറഞ്ഞായിരുന്നു. അപ്പം മമ്മി രണ്ടുപേരും മമ്മീനെ ഏതായാലും പപ്സ് വേണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുക. എന്നാ പിന്നെ മമ്മി ഇന്ന് പപ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാ സമയം ഉണ്ടാക്കാം മോളെ. നമുക്ക് എഗ്ഗിന്റെ ഉണ്ടാക്കാം, പിന്നെ ചിക്കൻ്റെ ഉണ്ടാക്കാം. എനിക്ക് വയ്യ. പറ
അതിനുവേണ്ടി ഇത് ഞാനൊരു സവോള ചെറുതായിട്ട് അരിയാൻ വേണ്ടി ഞാൻ ഈ ചോപ്പറിനകത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ. ഇത് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്കകത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ സവോള ഇട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ, എണ്ണ ഓൾറെഡി ചൂടായിട്ടിരിക്കണം, നിങ്ങൾ കാണിച്ചിട്ടില്ല, ഇപ്പം എല്ലാവർക്കും അറിയാലോ. കുഞ്ഞു കുഞ്ഞായിട്ട് ഇപ്പം നമ്മൾ ചോപ്പർ ഉള്ളതുകൊണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിയണേന്ന് വെച്ചാൽ അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ ഇച്ചിരി മുഴുപ്പി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയൊക്കെ നിൽക്കും. പിന്നെ മടക്കാൻ പാട്, അതെ, നമുക്കൊന്ന് ഒതുക്കി കിട്ടിയല്ല. അതെ, അപ്പൊ ഈ ചെറുതൊക്കെയാണ് നമുക്ക് എളുപ്പമുണ്ട്, ഒതുക്കി കിട്ടും കേട്ടോ. സവോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് 1-2 പ്രാവശ്യം ഇളക്കി കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഞുറുക്കിയിട്ട് നന്നായിട്ട് ഞുറുക്കിയിട്ടു കേട്ടോ. ഈ എല്ലാം ചെറുതാക്കി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അതിനകത്തോട്ട് തടസ്സമായിട്ട് നിൽക്കാതെ പറക്കി കളയാവുന്ന ഇടവരത്തേക്കാൻ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും മുറിച്ചല്ല കേട്ടോ ഇടുന്നേ. അതൊന്നും കടിക്കാതെ ഒന്നും ഇരിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ഉള്ള പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അലിഞ്ഞ് നല്ല കുഴഞ്ഞിരുന്നോളൂല്ലോ. അല്ലെങ്കിൽ ഇഞ്ചി കഷ്ണം അവിടെ ഇവിടെയും, പിന്നെ പച്ചമുളകിന്റെ കഷ്ണം, പിന്നെ വെളുത്തുള്ളിയുടെ അങ്ങനെയൊക്കെ വരും കേട്ടോ. എത്ര മുട്ടയാണ് നമ്മൾ എടുത്തേക്കണം മമ്മി ഇപ്പൊ തൽക്കാലത്തേക്ക് ഉണ്ടാക്കാനായിട്ട്? അവിടെ 2, 4, 6 മുട്ടയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 6 മുട്ടയാണ് എഗ് പഫ്സിന് എടുത്തേക്കുന്നത്. അതുപോലെ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ ചോറിന് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള 2-3 ചെറിയ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്ന് ചിക്കൻ പപ്സ് കൂടെ ആക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കാതെ ഞാൻ ഗ്രേവി എല്ലാം 2-നും 1 തന്നെ മതി കേട്ടോ. ഏതൊക്കെയാലും ചിക്കൻ്റെ മുട്ടയും ചിക്കനും ഒക്കെ അല്ലേ ഇടുന്നേ, അതുകൊണ്ട് ഗ്രേവി ഏതൊക്കെയാലും 1 തന്നെ മതി. സത്യം, ശരി, ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. സമയം എടുക്കും അല്ലേ? കുറച്ച് സമയം എടുക്കും, കാരണം ഇത് നന്നായിട്ട് ഉണ്ടുതാനും കുറച്ച് എണ്ണ ഒഴിച്ചു. അതുപോലെ ഏകദേശം ഒരു 10-14 പപ്സിനോളം ഉണ്ടല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള നമുക്ക് സവാളയൊക്കെ വേണമല്ലോ അല്ലേ? ഇതുകൊണ്ടോ നല്ല സവാളയൊക്കെ നന്നായിട്ട് സവാള ഉണ്ടായിരുന്നു അല്ലേ? നമുക്കിതിനകത്തൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഏത് മുളക് പൊടിയാണ്? ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. നമുക്ക് ഇച്ചിരി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇത്തിരി എരിവ് വേണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഒത്തിരി എരിവായി കഴിഞ്ഞാൽ വലിയ പാടാട്ടോ. ഇച്ചിരി എരിവ് കുറച്ച് മതി. ഇനി നമുക്ക് ഗരം മസാല, എന്തായാലും ഒരു ചിക്കൻ മസാലയില്ലേ, ഏതിൻ്റെ ചിക്കനാണ്, ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ഇടണം. നമുക്കൊരു ശകലം കുരുമുളക് പൊടി ഇടണേ. നമ്മുടെ ഓൺ ഒരു ഇതല്ലേ ശരിക്കും? അതെ അതെ അല്ലേ, എന്നൊക്കെ ഇടുന്നത് നല്ല നമ്മൾ എന്നൊക്കെ ഇടുന്നത് പറയുന്നത്. ഇതിട്ട് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഈ പൊടി ഒന്ന് കുതിരാൻ മാത്രം ഒഴിച്ചു കൊടുക്കാവേ. ചൂടുവെള്ളം തിളച്ച വെള്ളം കേട്ടോ അത്. ഓക്കെ, നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് തിളക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതിനാന്ന് വെച്ചാലേ ഒരു ടൊമാറ്റോ സോസില്ലേ, തക്കാളി നമ്മൾ മുറിച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി അതിനകത്ത് കഷ്ണമായിട്ടൊക്കെ കിടക്കും, വെന്ത് പോയാതൊക്കെ കിടക്കും. മിഷേനെ ഒരാൾ ഒഴിക്കുന്നുണ്ട്. അവിടെ ടൊമാറ്റോ സോസ് ആട്ടോ ഇട്ടുകൊണ്ടോ. ഒരു ശകലം സോയാ സോസില്ലേ അവരൊഴിച്ചു കൊടുക്കേ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞിടണം കേട്ടോ. അതിനകത്തോട്ട് വെക്കാൻ പാകത്തിന് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഗ്രേവി ഞാനെടുത്ത് നമുക്ക് മുട്ടയ്ക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെച്ചു. കുറച്ച് കൂടുതലും മുട്ടയ്ക്ക് കേട്ടോ, മുട്ട കൂടുതൽ, നമ്മുടെ ചിക്കൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കനില്ലേ, ചിക്കൻ ഉച്ചയ്ക്ക് നമ്മൾ വറുത്തേക്കൊണ്ട് ചിക്കൻ എടുത്ത് വെച്ചതാണ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ എടുത്തുകൊണ്ട് വരാവേ. ഈ ചിക്കൻ വറുത്തന്നെ ഫ്ലഷ് ആവട്ടെ ഇട്ടേക്കണേ. ഞാനിത് അതെ അതെ, നമുക്ക് എല്ലാവർക്കും ഓരോ ചിക്കൻ്റെ പപ്സൂടെ ആയി കഴിഞ്ഞ് കഴിക്കാമല്ലോ എന്ന് ഓർത്തോന്നേരം. ഇതുകൊണ്ടോ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല മുട്ട പഫ്സും ചൂട് ചായയും അല്ലേ, അല്ലെങ്കിൽ ചിക്കൻ പഫ്സും ചായയും, അല്ലെങ്കിൽ നല്ല ബ്രൂ കാപ്പി ആണെങ്കിലും മതി കേട്ടോ. എന്നാണല്ലോ ഞാൻ കാപ്പി ചായ എന്നങ്ങ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്താണേലും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കേട്ടോ. ഓ, അടിപൊളി ബുദ്ധിയായിപ്പോയല്ലേ അമ്മേ. നമുക്ക് വേണമെങ്കിൽ ഇനി ചിക്കൻ വറുത്ത് ഇരിപ്പുണ്ട് കേട്ടോ മമ്മി. ഇപ്പം ഒരെണ്ണം വെച്ച് എന്നുള്ള നമുക്ക് ഓരോന്നും മതിയല്ലോ. നമ്മൾ മുട്ടയാ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഇതൊരു ബോണസ് എന്ന് കൂട്ടിയാൽ മതി. അതെ 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 അതെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു കുറച്ച് ചൂട് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മയം വരുത്തിയിട്ട് എന്നിട്ട് വെള്ളം പറ്റിച്ചിട്ട് കേട്ടോ. വെള്ളം ഇതിനകത്ത് വെച്ചേക്കരുത്, കാരണം വെള്ളം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വെച്ച് കഴിയുമ്പോൾ പാടാട്ടോ. വെള്ളം ഇല്ലാതിരിക്കുക നല്ലത്. അതുകൊണ്ട് എണ്ണ പോലും ഞാൻ അതുകൊണ്ട് വളരെ കുറച്ച് ഒഴിച്ചത് കേട്ടോ.
അപ്പോൾ ഇതാട്ടോ നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ്. ഷീറ്റ് ഞങ്ങളിന്ന് മേടിച്ച് വെച്ചാൽ കേട്ടോ. ഇത് ഇങ്ങനെ പൊളിച്ച് വെച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെച്ചിരുന്ന ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലാക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പൊളിച്ചെടുത്ത് വെച്ചാൽ ഇത് ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ആദ്യം മുട്ട പപ്സിൻ്റെ കുറച്ച് ഗ്രേവി ഇടാം. അതെ, മുട്ട ഓൾറെഡി നമ്മൾ ഹാഫാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേവി അപ്പം ആദ്യം ഗ്രേവി അല്ലേ മേ? എന്നിട്ട് മുട്ട മുട്ട ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കൊന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കാം കേട്ടോ. അതിനകത്തുനിന്ന് പുറത്തോട്ട് പോരാതെയാണേ. ഓക്കെ, നമ്മുടെ ഇഷ്ടമുള്ളൊരു വലിപ്പം അനുസരിച്ചല്ലേ മമ്മി? വലിപ്പവും ഷേപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് വേണേൽ ഇതുണ്ടോ ഇങ്ങനെ വെച്ച് നമ്മളിവിടെ ഇങ്ങനെയാണ് തോന്നുന്നു കിട്ടുന്നത് അല്ലേ? സാധാരണ പപ്സും ഈ ഷേപ്പും അങ്ങനെ അങ്ങനെ ഇത് നമുക്ക് അങ്ങനെ ബാക്കിയെല്ലാം അങ്ങനെ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്താണേ. ഞാൻ ഒരു മുട്ട ഉടച്ചേച്ച് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കും കേട്ടോ. ഓക്കെ, ബ്രഷ് ചെയ്യുക നന്നായിട്ട് അല്ലേ? ഇതിൻ്റെ അടിയിലത്തെ കോലൊന്നും കണ്ടില്ല. ഇത് പിള്ളേരെ എടുത്തോണ്ട് കളഞ്ഞാൽ ഞാനൊരു സ്പൂണെ കുതുക്കേറ്റി കേട്ടോ അതൊക്കെ ചെയ്യണേ. നല്ല ഐഡിയ. പകുതി സാധനം എവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് ഇത്രയും പഫ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ മണ്ടേ പതുക്കെ ഈ ഒരു മുട്ട ജസ്റ്റ് മുട്ട മാത്രം ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അതിൻ്റെ മണ്ടേ കൂടെ കേട്ടോ. മുട്ടയുടെ വെള്ള അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാൻ അടിച്ചടിച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഇനി മുട്ടയില്ലെങ്കിൽ ഇച്ചിരി പാലാണേലും മതി കേട്ടോ. ആണല്ലേ? വേണോ ഇതിൻ്റെ കൂടെ? മുട്ടയില്ലെങ്കിൽ ഉദ്ദേശമുള്ളൂ കേട്ടോ. ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ഇടയ്ക്ക് പിള്ളേരൊക്കെ വഴക്കുണ്ടായതുകൊണ്ട് 10-30 മിനിറ്റൊക്കെ ആയി. നമുക്കിതൊരു 30 മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ കുഞ്ഞ് സൈസ് കുഞ്ഞിതാന്ന് നോക്കുന്നു, പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ല വലുതാവും കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ആ പുറത്തിരിക്കുന്ന പേസ്ട്രി നല്ലതായിട്ട് വികസിക്കും അല്ലേ അമ്മേ? അതെ. എന്നിട്ട് നമ്മുടെ പപ്സ് ഓവനകത്തേക്ക് കയറ്റുകയാണ്. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതിനാലൊരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താണേലും ആവും തോന്നുന്നു. നമുക്കിതുവഴി കാണാമല്ലേ? ഇത് നമുക്ക് കാണാമല്ലോ. അതെ, ഇതുവഴി നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ ഇത് പൊങ്ങുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. നിമിഷ ചെയ്യുന്നതായിട്ട് നല്ല സൂപ്പർ ബ്രൂ കോഫി ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ പപ്സ് ആകുമ്പോൾ കഴിക്കാൻ വേണ്ടി. എന്നായി മമ്മി? എന്നായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുക. പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് കളർ കൂടെ വന്നാൽ മതി. മോളൊരു ഇച്ചിരി കൂടെ ചോപ്പായി. സൂപ്പർ. ഇപ്പൊ നമ്മുടെ നല്ലൊരു പൊങ്ങിയിരുന്നു. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നീന്റെ കളറോടെ മാറിയാൽ മതി അല്ലേ മമ്മി? കുറച്ച് കളറോടെ വരട്ടെ കേട്ടോ. നമ്മളിപ്പോ എത്ര നേരം കഴിച്ചിട്ട്? ഇപ്പം വെച്ചിട്ട് പറഞ്ഞ പോലെ 10-20 മിനിറ്റ് എന്നാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറൊരാൾ ഇരിക്കണം. നേരത്തെ വരാൻ പറഞ്ഞ ഇച്ചാ പതിവില്ലാതെ നേരത്തെ വന്നല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ല എന്റെ സ്പെഷ്യൽ കോഫി പുറകെ വരുന്നുണ്ടെന്ന്. പക്ഷെ ഇച്ചാന് വിശന്നിട്ടാട്ടോ വന്നേ. അവനെ സർപ്രൈസ് ആക്കാൻ പറഞ്ഞത് ഞങ്ങൾ ഇരുന്ന ഇച്ചിരി ലേറ്റ് ആയി പോയി അതുകൊണ്ടല്ലേ? അല്ല, അവനെ സർപ്രൈസ് ആക്കാൻ പറഞ്ഞത് ഞങ്ങൾ ഇരുന്ന. ഞങ്ങളെ അവൻ സർപ്രൈസ് ആക്കി. ഞങ്ങൾ എന്നാ ചെയ്യാൻ പറ്റും? സൈക്കിൾ മെക്കാനിക് സൈക്കിൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ചാച്ചനില്ലേ? ചാച്ചനില്ലേ? ചാച്ചനെ വീട്ടിലിരിപ്പുണ്ട്. ചാച്ചനെ മെറയും കൂടെ ഒന്നിച്ചിരുത്തിയിട്ട് വന്നു. ചാച്ചനെ ഞങ്ങളുടെ ബേബി സിറ്റർ കേട്ടോ. പിള്ളേരെ മേയ്ക്കാനായിട്ട് ചാച്ചനെ വിട്ടേക്കുവാണ്. അമ്മച്ചിനെ ഇടിക്കുവാ. ബൈ. ചൊമ്മയില്ലെന്ന് കാണത്തില്ല, കണ്ണാടി വെച്ചേക്കുന്നു. തുറന്നു തന്നാലും ഞാൻ നോക്കട്ടെ എന്തായെന്ന് നോക്കട്ടെ. ഇച്ചിരി മുരിയാനുണ്ടല്ലേ? സംഭവം ആയി വരുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കളർ മാറി തുടങ്ങി. കളർ മാറി തുടങ്ങി. ഇച്ചിരി കൂടെ ആവട്ടെ, ഒരു ബ്രൗൺ കളർ ആവട്ടെ. കുറച്ചുകൂടി നോക്കട്ടെ അല്ലേ? അവസരം പറഞ്ഞോ? ചാച്ച നിമിഷം കൂടെ രാവിലെ പന്തായം വെച്ചു. നിമിഷം പറഞ്ഞു ഭയങ്കരമായിട്ട് മഴ പെയ്യും, ചാച്ച തുണിയൊന്നും നനയ്ക്കേണ്ട, നല്ല മഴയാണെന്ന് പറഞ്ഞു. ചാച്ച കുറച്ചു നേരം കഴിഞ്ഞ് ആദ്യം ഒന്നും നനയ്ക്കാണ്ടിരുന്നൊക്കെ ഇരുന്ന് ഇച്ചിരി കഴിഞ്ഞ് പോകുന്ന പറഞ്ഞു ഒരു മഴയും പെയ്യല, ഞാൻ തുണി നനയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മഴ പെയ്യും ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞു 12 hours രാവിലെ 10
പറഞ്ഞിട്ട് രാത്രി 10 മണി ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും മഴ പെയ്യുന്നില്ല. ചാച്ചൻ തർക്കിച്ച് പറഞ്ഞില്ല മഴ പെയ്യത്തില്ല. അറിയാം നാളെ രാവിലെ ചൈനീസ് റെസ്റ്റോറന്റ് ഓഫറിന്റെ അതോടെ ഞാൻ എന്റെ കാശ് കൊടുത്തോളാം. കൂടെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരും കൂടെ പോടാം. അപ്പൊ ഞങ്ങൾ രണ്ട് നാളെ അതെ അതെ പിള്ളേരൊക്കെ എടുക്കണ്ടേ, നമുക്ക് ഒന്നിച്ചു പോവാം. പറയാനായില്ല 10 മണിയായില്ല സമയം 10 മണിക്കുള്ളിൽ രാവിലെ തൊട്ട് വൈകിട്ട് 10 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നല്ല എന്താ പറയാ വെട്ടിത്തിളക്കുന്ന ചൂടാണ്. അതെ 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 അത് ശരിയാട്ടോ. ഇച്ചിരി കളറാണോ അമ്മ? കുറച്ചുകൂടെ കളറാണോ? ഇച്ചിരി കളറാവണം. ഞാൻ തൊട്ട് നോക്കട്ടെ. ഇല്ല ഇച്ചിരി കളറാവണം. അപ്പൊ നമുക്കെല്ലാവർക്കും കേരളക്കര ഒന്നടങ്കം ഭയങ്കര ദുഃഖത്തിൽ അതെ ഹിന്ദിയിലൊക്കെ പാടിയിട്ടുള്ള ആളാണ് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറ് മരിച്ചുപോയി. അപ്പൊ അതിൽ നമ്മളെല്ലാവരും ഒത്തിരി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ദുഃഖമുണ്ട് കേട്ടോ. അതെ ഒത്തിരി ദുഃഖം പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ സാറിന്റെ ഓർമ്മകളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മോഹം കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ പാട്ട്, ജോൺസൺ മാഷിന്റെ പാട്ട്. സാറ് അതിമനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഞാനിവിടെ പാടി നമ്മളെല്ലാവരും ആ ആത്മാവിന് വേണ്ടി നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ നീളേ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സൂപ്പർ എടാ ഔസും നിനക്ക് വല്ലതും തോന്നണുണ്ടോടാ? ഇവനെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാൻ തന്നെ ഓർത്തിരിക്കുന്നു. അപ്പൊ അന്യന്ന് വെള്ളം വന്ന എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടിമീശ മുളയ്ക്കണ കാലം ആ പാട്ട് എനിക്ക് അത് തന്നെയാണ്. എനിക്കറിയത്തില്ല വരിക. പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ് അവളൊരു ക്രിസ്ത്യാനി പെണ്ണ് പൊടിമീശ മുളയ്ക്കണ കാലം. പാട്ട് പഠിപ്പിക്കണേ ഏറ്റവും കരളിൽ താഴൂ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. മനമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മഴവിൽ കുടി മഞ്ഞായി മഞ്ഞിലകൾ മഞ്ഞിൽ പോയി മൺവാസന ഇന്നെഞ്ചിൽ പോയി. മഴവിൽ കുടി മണ്ണായി മഞ്ഞിലകൾ മഞ്ഞിൽ പോയി മൺവാസന ഇന്നെഞ്ചിൽ പോയി. ഓ അദ്ദേഹത്തിനൊരു 1000 പ്രണാമം കേട്ടോ അല്ലെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എപ്പോഴും നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരിക്കാൻ പറ്റിയെന്നുള്ളത്. അദ്ദേഹം യേശുദാസ് അങ്ങനെ എത്ര നല്ല നല്ല ആൾക്കാർ നമ്മുടെ എന്താ പറയാ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷം അല്ലെ. പബ്സ് നോക്കില്ലെങ്കിൽ ഇപ്പൊ അവനവിടെ കട്ടെടുക്കും കേട്ടോ. അവിടെ ആയില്ലെന്ന് ചോദിച്ചോണ്ട് 2-3 പ്രാവശ്യം വന്നു കൊട്ടിയൊക്കെ നോക്കുന്നു. എടാ അതാവുമ്പോ ഞങ്ങൾ തരാൻ നിനക്ക് കേട്ടോ. പബ്സ് ആയെന്ന കാര്യത്തിലുള്ള ശ്രദ്ധയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ഉണിഞ്ഞു നോക്കൂ കേട്ടോ. എന്റെ പൊന്ന് പബ്സ് പെട്ടെന്നാവും. എന്റെ കൊച്ചിന് യാതൊരു ക്ഷമയില്ല കേട്ടോ. അവരതിനകത്ത് ഉണിഞ്ഞു നോക്കണേ. അപ്പൊ നമ്മള് നമ്മുടെ പബ്സ് എടുക്കാൻ പോവാ കേട്ടോ. പബ്സ് എടുക്കാൻ പോവാണ്. ഇനി ഞങ്ങൾക്ക് ക്ഷമയില്ല കേട്ടോ പബ്സ് എടുക്കാൻ. ഞങ്ങള് പിന്നെ ക്ഷമിക്കും, പക്ഷെ നമ്മുടെ റീവൂട്ടിന് ഒട്ടും ക്ഷമയില്ല കേട്ടോ. എത്ര സമയമായമേ? എന്നാലും ഒരു 30 മിനിറ്റ് എടുത്തോട്ടോ. അത് 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ പബ്സ് നോക്കിയേ അടിപൊളിയായിട്ടല്ലേ, നല്ല കളറായില്ലേ ഇപ്പൊ? അതെ നല്ല കളറായി കേട്ടോ. സൂപ്പർ കളറായി. ഇനി ഞങ്ങൾ ക്ഷമിച്ചാലും റീവൂട്ട് ക്ഷമിക്കും. ഇതെല്ലാം മുട്ടയാണോ?
അല്ലടാ മുട്ടയുണ്ട്. അതെ അതെ ഒരെണ്ണത്തെ ഞങ്ങൾ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കാ കിട്ടുമെന്ന് അറിയത്തില്ല. സർപ്രൈസ് പപ്സ് ആണ്. ഭാഗ്യവാൻ ഓർ ഭാഗ്യവതി എന്ന് കണ്ടുപിടിപ്പിച്ചത്. അതിനിപ്പോ മൊത്തം കഴിക്കേണ്ട വരില്ല. ഇതിപ്പോ അത് ശരി. അല്ല കഴിക്കുന്നവർ പറയും. എന്റെ മോനെ ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് പയ്യെ ഞെക്കി നിൽക്കുമേ. ആ മുട്ടയും ചിക്കനും ഒച്ച കേട്ടാ. അടിപൊളി ക്രിസ്പി പപ്സ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുട്ടയും ചിക്കനും അല്ലാണ്ട് വേറൊരു സാധനം കിട്ടുന്ന ആളാണ് വിന്നർ. അയാളാണ് വിന്നർ. എന്നാൽ അത് തന്നെ ഞാൻ കഴിക്കും. അത് നാളത്തെ വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇത് നന്നായിട്ട് ആറി ഇത് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാവും. നാളത്തെ വീഡിയോ ഞങ്ങൾ പറയും അത് ആർക്കാ കിട്ടിയേക്കണേ, ആരാ വിന്നർ ആരാന്നൊക്കെ ഞങ്ങൾ നാളെ പറയാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പപ്സ് കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. നിനക്ക് ഏതാ മുട്ടയാണോ വേണ്ടേ മീറ്റാണോ വേണ്ടേ? ഞാൻ മുട്ട കഴിക്കാം ആദ്യമേ. പപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട പപ്സ് ആദ്യം മനസ്സിലാക്കാം. അത് കഴിഞ്ഞുള്ളൂ നമുക്ക്. നിങ്ങൾ ആദ്യം കഴിച്ചോ, നിങ്ങൾ ടേസ്റ്റ് നോക്കുക. ആണോ? ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോകണം. അതെ അതെ അതെ. പപ്സ് ഒന്നും ഒരു കുഴപ്പമുണ്ടോ നിനക്കറിയോ? എല്ലായിടത്തും ആവുന്നല്ലോ. അതെ 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 അതെ. സൂപ്പർ. നിനക്ക് മുട്ട തന്നെ അല്ലേ കിട്ടിയേ? അതെ നല്ല ചൂടാട്ടോ. വേറെ നമുക്ക് വേണം. കഴിക്കുന്നുണ്ടോടാ? ചൂടുണ്ട്. അമ്മേന് കഴിച്ചു നോക്കി. അങ്ങനെ ഞങ്ങള് പപ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ട്. സൂപ്പർ പപ്സ് ആയിരുന്നു. നമ്മ ഒന്നും പറയാനില്ല. ടേസ്റ്റ് ചെയ്യാൻ ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. ബാക്കി എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. സർപ്രൈസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ആർക്കും വന്നിട്ടില്ല. സർപ്രൈസ് വന്നിട്ടില്ല. അത് ഞങ്ങൾ ആർക്കും കിട്ടിയെന്ന് പറയാൻ കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ആറാം വെച്ചേക്കാണ്. ഒരെണ്ണം ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ചോളൂ കേട്ടോ. നിറ ഇന്ന് ഉറങ്ങിയില്ല കേട്ടോ. അതാണ് അവൾക്ക് ചെറിയൊരു വിഷമം. അവള് പറയുന്നുണ്ടോ അതിന്റെ പേരിട്ട് എന്റെ മെറക്കൂട്ടനെ പാർക്കി കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ. ഞങ്ങളാണ് വീഡിയോ ഒക്കെ എടുത്തത്. എത്ര കണ്ട് ശരിയായിട്ടൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ഫോണിലൊക്കെ എടുത്തേക്കണേ. ക്ലാരിറ്റിക്ക് ഒന്നും ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ചുമ്മാ പറയുന്നോട്ടെ. എന്റെ അതേ ഫോണാട്ടെ ഇവരുടെ ഫോണ്. അപ്പൊ അവര് ഒരു മിസ്റ്റേക്ക് വരെ സാധ്യതയില്ല. പിന്നെ എടുത്തവരുടെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ആനിയന്മാരാണ് ഇളയ ഫോണാ ഞങ്ങളുടേത്. അവളുടെ എന്റെ സെയിം ഫോണമ്മ. അവളുടെ എന്റെ സെയിം ഫോൺ. അപ്പൊ എന്താണേലും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ പപ്സിന്റെ റെസിപ്പി അമ്മ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഈ പപ്സ് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര എളുപ്പമാണ്, സിമ്പിൾ ആണ്, ടേസ്റ്റി ആണ് അല്ലെ. അപ്പം നാളെ ഞങ്ങളൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നോളം വരെ എല്ലാവർക്കും